സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. രാജഗോപാൽ അല്ലിമയുടെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും മനോവിഷമമുണ്ടോ? അന്യഥാബോധമോ അലസതയോ അവളെ ബാധിച്ചിട്ടുണ്ടോ? ദീർഘമായി ചിന്താക്കുഴപ്പങ്ങളിൽപ്പെട്ട് ഉഴലുന്നുണ്ടോ അവൾ? പ്രത്യക്ഷത്തിൽ അവൾ മുൻപത്തേക്കാൾ ഉന്മേഷവതിയാണെന്ന് അയാൾക്ക് തോന്നി. കുറച്ച് ഉദാസീനതയും ശ്രീലക്ഷ്മിയെ അനുസരിക്കാനുള്ള മടിയും മുൻപേ തന്നെ ഉണ്ടായിരുന്നു. ഇളയവരായ വിന്ദാരയോടും വിശാഖിനോടും അവൾ കുറച്ച് അധികാരഭാവം കാണിച്ചിരുന്നു. വീട്ടിലെ ജോലികൾ പങ്കിടുന്ന കാര്യത്തിൽ അല്ലിമയും വിന്ദാരയും തമ്മിൽ ഒരു കിടമത്സരം നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ജോലിയെ സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. ശ്രീലക്ഷ്മി വിന്ദാരയോട് അച്ഛൻ്റെ ഷൂസ് പോളിഷ് ചെയ്ത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലിമ അത് സ്വയമേവ ഏറ്റെടുത്തു. അവളിരുന്ന് പഠിക്കട്ടെ അമ്മേ, ഞാൻ ചെയ്തോളാം. ശ്രീലക്ഷ്മി മറുത്ത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഷൂ റാക്ക് അവിടെയാണുള്ളത്. രാജഗോപാൽ ചെന്ന് നോക്കുമ്പോൾ അവൾ ഷൂസ് ഓരോന്നായി എടുത്തു വെച്ച് പോളിഷ് ചെയ്യുകയാണ്. 5 ജോഡി ഷൂസാണ് രാജഗോപാലിനുള്ളത്. 5ഉം 5 നിറങ്ങളിലുള്ളവ. സന്തോഷത്തോടെയാണ് അവൾ അത് ചെയ്യുന്നതെന്ന് രാജഗോപാൽ അനുമാനിച്ചു. ഓഫീസിലേക്ക് പോകാൻ നേരം അയാളുടെ ഷർട്ട് അയൺ ചെയ്ത് കൊടുത്തതും അല്ലിമയായിരുന്നു. അതിനായി രാജഗോപാൽ ശ്രീലക്ഷ്മിയെ വിളിച്ചപ്പോൾ എന്താ അച്ഛാ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലിമ ചെന്നു. ഒന്നുമില്ല, ലക്ഷ്മിയെ വിളിച്ചതാ. ഷർട്ട് അയൺ ചെയ്യാനാണോ? എന്നോട് പറഞ്ഞാൽ പോരെ. അല്ലിമ അത് വാങ്ങി അയൺ ചെയ്തു. അയാൾ ഷർട്ട് ധരിച്ചപ്പോൾ കഫ് ബട്ടൺസ് ഇട്ടുകൊടുത്ത് സഹായിക്കുകയും ചെയ്തു. അവൾ തിരികെ മുറിയിൽ നിന്നിറങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ രാജഗോപാൽ വിളിച്ചു, മോളെ 1 മിനിറ്റ്. അല്ലിമ തിരിഞ്ഞു നോക്കി. ഇങ്ങടുത്ത് വാ. അവൾ അരികെ ചെന്നു. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലച്ചാ, എനിക്കെന്ത് വിഷമം? നീ അന്യാണെന്നൊരു തോന്നൽ നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇല്ലെന്നീ. സത്യമാണോ? അതെ. അച്ഛനോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? നീ ഇപ്പോൾ പുതിയൊരു അല്ലിമയെ പോലെയാണ് പെരുമാറുന്നേ. മുൻപൊരിക്കലും നീ ഇങ്ങനെയായിരുന്നില്ല. പെട്ടെന്ന് നിനക്കൊരു ഇരുത്തം വന്ന പോലെ. ആരോടും വഴക്കില്ല, മത്സരമില്ല, എല്ലാം തനിയെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതിനെന്താ അച്ഛാ കുഴപ്പം? കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞങ്ങൾക്കിത്തിരി വിഷമമുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലിമോളെ തന്നെയാ ഇന്ന് ഞങ്ങൾക്ക് കാണേണ്ടത്. നിനക്ക് മാറ്റം വന്നാൽ ഞങ്ങൾക്ക് സങ്കടമാകും. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരണ വിധത്തിൽ ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ അച്ഛനും അമ്മയും. അയൽപ്പക്കത്തുള്ള കുട്ടികൾക്കുണ്ട്, കൂട്ടുകാർക്കുണ്ട്, ക്ലാസ്മേറ്റ്സിനുണ്ട്, അച്ഛനമ്മമാർ എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാം മക്കളെ വളർത്താൻ കടമയുള്ളവരാ. മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അംഗീകരിക്കണം, അവർക്ക് വേണ്ടി ജോലി ചെയ്യണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാ എല്ലാ അച്ഛനമ്മമാരും. ഒന്ന് നിർത്തിയിട്ട് അവൾ അച്ഛനെ നോക്കി. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നേ. എൻ്റെ അച്ഛനും അമ്മയും ആ കടമ ചെയ്യേണ്ടവരാണെന്ന്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരണം. അതിനുവേണ്ടി ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അച്ഛനോടും അമ്മയോടും പിണങ്ങിയിട്ടുണ്ട്. ഒന്നും നടത്തി തരാതിരുന്നിട്ടില്ല. അവസാനം ആ കല്യാണാലോചന വന്നപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടും അത് നടത്താമെന്ന് സമ്മതിച്ചില്ലേ? അതെ, അതങ്ങനെയല്ലേ വേണ്ടത്? അതുവരെ അടക്കി പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവൾ പൊടുന്നനെ നിയന്ത്രണം വിട്ട് കരഞ്ഞു. സോറി അച്ഛാ, ഞാൻ എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി. രാജഗോപാൽ അവളെ നെഞ്ചോട് അണച്ചു പിടിച്ചു. ശിരസിന് പിന്നിൽ മെല്ലെ തട്ടി. കരയരുത്, ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അല്ലിമ പെട്ടെന്ന് തേങ്ങലടക്കി നിവർന്നു. അയാളുടെ ഷർട്ടിൽ കണ്ണീർ പാടുകൾ കുതിർന്നു കിടന്നു. അവളുടെ ഇരുതോളത്തും പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മോളെ, നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണിനും മനസ്സിനും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 21 വർഷമായിട്ട് നിന്നെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഇപ്പോഴും. അന്നു മുതൽ ഞങ്ങളുടെ മൂത്ത മകളാണ് നീ. ഇപ്പോഴും നീയും ഞങ്ങളെ അങ്ങനെ തന്നെ കാണണം, നിന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുമായിട്ട്. രാജഗോപാൽ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് അവളുടെ കണ്ണും കവളും മൂക്കും ഒപ്പി. നിന്റെ അധികാരത്തിനും അവകാശത്തിനും സ്ഥാനത്തിനും ഈ വീട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. സന്ദീപ് തയ്യാറാണെങ്കിൽ നീയും അവനും തമ്മിലുള്ള മാരേജ് നടത്തി തരാനും ഞങ്ങൾ തയ്യാറാ. ഇങ്ങനെയൊരു സത്യം അറിയേണ്ടി വന്നതിൻ്റെ പേരിൽ നീ നിന്റെ ആഗ്രഹങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെക്കരുത്. എന്നോടൊന്നും പറയണ്ടച്ചാ. എനിക്കറിയാം, 21 വർഷം ഒന്നും അറിയിക്കാതെ എന്നെ വളർത്തണമെങ്കിൽ മതി. അതിനെ പറയണ്ട. രാജഗോപാൽ ശാസിച്ചു. ഈ വീട്ടിൽ കുറേ അധികം ജോലി ചെയ്തിട്ടോ
പഞ്ചപാവമായി നിന്നുകൊണ്ട് ഞങ്ങളെ അനുസരിച്ചിട്ടോ ആ കടങ്ങളൊന്നും വീട്ടാനും നീ ശ്രമിക്കണ്ട, മനസ്സിലായോ? ഞാൻ കടം വീട്ടണതല്ലച്ചാ. അലിമയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളെ രണ്ടുപേരെയും, സത്യം. എല്ലാവർക്കും ഉള്ളതുപോലെ ഒരച്ഛനും അമ്മയും, അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങോട്ട് കിട്ടണത് പോരാന്ന പരാതി. ഇനിയെങ്കിലും ഞാനിത്തിരി സ്നേഹിച്ചോട്ടെ, എനിക്ക് ഇങ്ങനെയേ അറിയത്തുള്ളൂ. അല്ലിമ വീണ്ടും ഏങ്ങലടിച്ചു. കരയരുതെന്ന് പറഞ്ഞില്ലേ? രാജഗോപാൽ അവളുടെ കവളത്ത് മൃദുവായി അടിച്ചു. പിന്നെ പിടിച്ചണച്ച് കർച്ചീഫ് കൊണ്ട് കണ്ണും കവളും തുടച്ചു. നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു. കിച്ചണിൽ നിന്ന് ശ്രീലക്ഷ്മി വിളിക്കുന്ന ഒച്ച കേൾക്കായി. അല്ലിമോളെ, നീ എവിടെയാ? ചെല്ല്, അമ്മ വിളിക്കുന്നു. അവിടെ ചെന്ന് കരഞ്ഞു കാണിക്കരുത്, കേട്ടല്ലോ? അയാൾ അവളുടെ തോളത്ത് തട്ടി. അല്ലിമ മുറി വിട്ടുപോയി. രാജഗോപാൽ കിടക്കയിലേക്കിരുന്നു. കണ്ണ് നീറിയിട്ട് വയ്യ. ഒടുവിൽ ഉറവ കിനിഞ്ഞതോടെ നീറ്റൽ നിലച്ചു. അല്ലിമയുടെ കണ്ണീരൊപ്പിയ അതേ കർച്ചീഫ് കൊണ്ട് കണ്ണുകൾ പൊത്തി അയാളിരുന്നു. മോളെ, ഇന്നും ലേറ്റായി. നീ വിഷുവിനും ബിന്ദുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്, ശ്രീലക്ഷ്മി അല്ലിമയോട് നിർദ്ദേശിച്ചു. അവർ ധൃതിയിലാണ്. അല്ലിമ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചു. വിശാഖും വിന്ധാരയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി ഡ്രസ് മാറാനായി പോയി. വിശാഖും വിന്ധാരയും പിന്നെ രാജഗോപാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. അല്ലിമ 2 തവണ അമ്മയെ വിളിച്ചെങ്കിലും ദാ വരുന്നു എന്നുള്ള മറുപടിയല്ലാതെ ശ്രീലക്ഷ്മി വന്നില്ല. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? രാജഗോപാൽ അല്ലിമയോട് ചോദിച്ചു. ഇല്ലച്ചാ, ഇന്നൊരു ദിവസം കൂടി പോട്ടെ. ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ നീ? ഒറ്റയ്ക്കിരിക്കണം. എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണണം. വെറുതെ മനസ്സിനെ കാട് കയറ്റി വിടരുത്. ഇല്ലച്ചാ. വിശാഖും വിന്ധാരയും പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് പോയി. അവർക്കിന്ന് ക്ലാസ്സുണ്ട്. ശ്രീലക്ഷ്മി വന്നപ്പോഴേക്കും രാജഗോപാലും എഴുന്നേറ്റ് കൈ കഴുകി. ഇനി നീ എപ്പോൾ കഴിക്കാനാ ലക്ഷ്മി? മണി 9:30 കഴിഞ്ഞു. 10-നെങ്കിലും ഓഫീസിൽ ചെല്ലണ്ടേ? ശാസനസ്വരത്തിൽ പറഞ്ഞിട്ട് രാജഗോപാൽ പോയി. അമ്മ പെട്ടെന്നിരുന്ന് കഴിക്ക്, അല്ലിമ പറഞ്ഞു. ഓ, ഇനി അതിനൊന്നും സമയമില്ല മോളെ, പോകണ്ടേ? ശ്രീലക്ഷ്മി ലഞ്ച് ബോക്സ് എടുത്തു. അത് ഞാൻ പാക്ക് ചെയ്തോളാം, അമ്മ കഴിക്ക്. എൻ്റെ മുടി ചീകിയിട്ടില്ല. രാജേട്ടൻ ഇന്ന് ഓഫീസിൽ ചെല്ലുന്നത് വരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലിമ അവരെ കസേരയിൽ പിടിച്ചിരുത്തി. മുടിയുടെ കാര്യം ഞാൻ ഏറ്റു. ശ്രീലക്ഷ്മിയുടെ തലമുടിയിൽ കോർത്തു വെച്ചിരുന്ന ചീർപ്പെടുത്ത് അല്ലിമ മുടി ഭംഗിയായി ചീകി ഒതുക്കി. ആ സമയം കൊണ്ട് ശ്രീലക്ഷ്മി 2 ദോശ കഴിച്ചു. അവർ കൈ കഴുകുമ്പോഴേക്കും അല്ലി ലഞ്ച് ബോക്സ് നിറച്ചു. അത് അവർക്ക് കൊണ്ടുപോകാനുള്ള കിറ്റിനുള്ളിൽ തിരുകി. ഓരോരോ ജോലി തീർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാതെ അമ്മ എത്രയോ തവണ വെറും വയറോടെ ഓഫീസിൽ പോയിട്ടുണ്ടെന്ന് അല്ലിമ ഓർത്തു. ഇതുപോലെ താൻ ഒന്ന് മനസ്സ് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നു. പകരം അമ്മ വെറുതെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടേയുള്ളൂ. പോട്ടെ മോളെ. ശ്രീലക്ഷ്മി പോകാൻ ഭാവിച്ചപ്പോൾ അല്ലിമ അവരുടെ കൈത്തണ്ടിയിൽ പിടിച്ചു. ശ്രീലക്ഷ്മി ആശ്ചര്യത്തോടെ അവളെ നോക്കി. അല്ലിമ ഇരു ചുമലിലും മീതെ കൂടി അവരെ ആശ്ലേഷിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. ശ്രീലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലിമ ശിശുവായിരുന്നപ്പോൾ അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തമിട്ട് കളിക്കുമായിരുന്നു. അന്നേരം 2 പേരും ചിരിക്കും. പിന്നെ പിന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. പിന്നീട് എപ്പോഴോ അത് നിലച്ചുപോയി. എങ്കിലും ചില ഒറ്റപ്പെടലുകളിൽ ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലിമയോ വിന്ദാരയോ വന്ന് അരികിലിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ഒരു ഉമ്മ തന്നിരുന്നെങ്കിൽ എന്ന്. വിഷമിക്കണ്ടാട്ടോ, പോയിട്ട് വരാം. ശ്രീലക്ഷ്മി അവളുടെ നെറ്റി തലോടി. വാതിൽക്കൽ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അല്ലിമ നോക്കി നിൽക്കുന്നു. അവർ പെട്ടെന്ന് തിരികെ വന്നു. ഞാൻ കൂട്ടിരിക്കണോ? വേണ്ട, പോയിക്കോ. ഇവിടെ ഇരുന്ന് സങ്കടപ്പെടരുത്. ഇല്ലമ്മേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശ്രീലക്ഷ്മി മന്ദഹസിച്ചിട്ട് യാത്രയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ജയദേവൻ നമ്പ്യാർ മകനെ നോക്കി. അവൻ എന്താ കഴിക്കാനൊന്നും വേണ്ടേ? അവൻ ശീതസമരം നടത്തുവല്ലേ? ആരോട്? ലോകത്തോട് മുഴുവൻ. അതിനൊരു കാരണം വേണ്ടേ? അതവനല്ലേ അറിയൂ. ജോലിക്ക് പോയിട്ട് തന്നെ ദിവസം എത്രയായി? ഇന്നലെയും പോയില്ലേ? ഇല്ല. അവനെ അങ്ങനെ അവൻ്റെ തോന്നിയാസത്തിന് വിട്ടാൽ എങ്ങനെയാ? ജയേട്ടൻ തന്നെ അവനോട് സംസാരിക്ക്. ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോഴല്ലേ ദേഷ്യം വരാൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? അത് ഞാൻ അവനോട് ചോദിച്ചിട്ട് മറുപടിയില്ല. അവനെന്താ ഇത്ര ബുദ്ധിയില്ലാത്തവനാണോ? ചിന്താശക്തിയില്ലേ അവന് വിവാഹം ആലോചിച്ച പെണ്ണിൻ്റെ ജാതകം ചോദിച്ചു. തെറ്റാണോ അത്? അല്ല. ജാതകം തന്നില്ല, പോട്ടെ. ജനനത്തീയതി ചോദിച്ചു, അതും തന്നില്ല. അപ്പോ പറയുന്നു എവിടുന്നോ ദത്തെടുത്തതാണെന്ന്. ഇതൊക്കെ ഒരു കുടുംബത്തിന് ചേർന്ന ബന്ധമാണോ? ഇതൊക്കെ അവനോട് പറഞ്ഞു. അവനിപ്പോൾ എല്ലാവരോടും ദേഷ്യം. വേറൊന്നുമല്ല, തെറ്റ് അവൻ്റേതാണെന്ന് അവന് ശരിക്കറിയാം.
അതാണ് സംഗതി. നീ അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഇതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. രാജശ്രീ ഉടൻ തന്നെ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. സന്ദീപ് വെറുതെ കിടക്കുകയാണ്. നീ എണീക്കുന്നില്ലേ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്ക് വിശക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞല്ലോ. പിന്നെയും പിന്നെയും എന്തിനാ വിളിക്കുന്നേ? അച്ഛൻ വിളിക്കുന്നു നിന്നോട് സംസാരിക്കണമെന്ന്. അച്ഛനിപ്പോൾ എന്നോട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ആർക്ക് നല്ലത്? നിനക്കോ അച്ഛനോ? തെല്ല് പരിഹാസഭാവത്തിൽ രാജശ്രീ ചോദിച്ചു. രണ്ടുപേർക്കും. നീ എണീറ്റ് വാ. പറയാനുള്ളത് പറ അച്ഛനോട്. അച്ഛനും നിന്നോട് പറയാനുണ്ട്. അമ്മയെ രൂക്ഷമായി നോക്കിയിട്ട് സന്ദീപ് ജഡിതീയിൽ എഴുന്നേറ്റു. അമ്മ പുറകെ വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ കോണിപ്പടി ഇറങ്ങി താഴെയെത്തി. മകൻ്റെ വരവും നിൽപ്പും കണ്ട് ഒരു നിമിഷം ജയദേവൻ നമ്പ്യാർ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. വേണമെങ്കിൽ വിചാരണ നടത്തുകയോ വിധിക്കുകയോ ശിക്ഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് വെല്ലുവിളിക്കുന്ന മട്ടിൽ നിൽക്കുകയാണ് സന്ദീപ്. നിനക്ക് ആരോടാ ഇത്ര വാശി? നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. അവരുടെ ഭാഗത്താ തെറ്റ്. അത് നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ? പ്രോപ്പറായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ജാതകം ചോദിച്ചു, ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു, ഇല്ല. ഒടുവിൽ അഡോപ്റ്റ് ചെയ്തതാണെന്ന് കുറ്റസമ്മതവും. കുറ്റസമ്മതമോ? എന്ത് കുറ്റസമ്മതം? ജാതകമില്ല, അതുകൊണ്ട് ഇല്ലെന്ന് പറഞ്ഞു. കൃത്യമായി ജനനതീയതി അറിയില്ലെന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് ചോദിച്ചപ്പോൾ ദത്തെടുത്തതാണെന്ന് പറഞ്ഞു. അവർ കള്ളമല്ലല്ലോ പറഞ്ഞത്. അതിലെവിടെയാ തെറ്റ്? സന്ദീപ് കർക്കശ സ്വരത്തിലാണ് ചോദിച്ചത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ അവർ കല്യാണാലോചനയ്ക്ക് വന്നത്? ആരാലോചനയ്ക്ക് വന്നു? അവരല്ല, ഞാനാ ചെന്നത്. എനിക്ക് ആ പെൺകുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ നിനക്ക് പറ്റിയ പെണ്ണല്ലെന്ന്? അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. എനിക്ക് പറ്റിയ പെണ്ണല്ലെന്ന് അച്ഛൻ പറഞ്ഞാൽ മതിയോ? എനിക്ക് ബോധ്യമാകണ്ടേ? എനിക്ക് ജാതകം അറിയണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട. അവൾ ദത്തുപുത്രിയാണെങ്കിൽ എനിക്കെന്താ? ഏതെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മകളാണല്ലോ, മനുഷ്യ സ്ത്രീയാണല്ലോ, വിദ്യാഭ്യാസവും സംസ്കാരവും ഉണ്ടല്ലോ. അത്രയും മതി. സന്ദീപ് അസന്നിഗ്ധമായി പറഞ്ഞു നിർത്തി. ജയദേവൻ നമ്പ്യാർ വാഷ് ബേസിന് മുന്നിൽ ചെന്ന് കൈ കഴുകാൻ അല്പസമയമെടുത്തു. പറയാനുള്ളത് മനസ്സിലെടുക്കാനുള്ള സമയമായിരുന്നു അത്. അയാൾ തിരികെ വരുമ്പോഴേക്കും സന്ദീപ് സ്റ്റെയർ കേസ് പാതിയോളം കയറി കഴിഞ്ഞു. സന്തു, നീ എന്താ പോയത്? നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞെന്നാ വിചാരിച്ചത്. സന്ദീപ് കോണിപ്പടി പാതിയിൽ തിരിഞ്ഞു നിന്നു. നിനക്കിനിയൊന്നും പറയാനില്ലേ? ഇല്ല. എന്നാ എനിക്ക് പറയാനുണ്ട്, നീ കേൾക്കണം. മകൻ ആവേശത്തിളപ്പിലാണെന്നും സംയമനം പാലിക്കേണ്ടത് താനാണെന്നും ജയദേവൻ നമ്പ്യാർക്കറിയാം. അതിനാൽ ശാന്തസ്വരത്തിലാണ് അയാൾ സംസാരിച്ചത്. നീ പറഞ്ഞല്ലോ, ജാതകം വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട, തറവാടിത്തം വേണ്ട, അച്ഛനമ്മമാർ ആരെന്നറിയണ്ട എന്നൊക്കെ. വെറുമൊരു പെണ്ണായാൽ മതിയല്ലേ? സന്ദീപ് താഴേക്ക് ഇറങ്ങി വന്നു. അച്ഛൻ പറയുന്ന പോലെ വെറും ഒരു പെണ്ണല്ല അല്ലിമ. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അച്ഛനറിയാമല്ലോ. വിദ്യാഭ്യാസം ഉണ്ടായാൽ മതിയോ? തൊലിവെളുപ്പുണ്ടായാൽ മതിയോ? എനിക്കറിഞ്ഞൂടാ ഇനി എന്തൊക്കെ വേണമെന്ന്. അച്ഛൻ പറ. അവളുടെ ജാതി ഏതാണ്, മതമേതാണ് നിനക്കറിയോ? ഇന്ത്യക്കാരിയാണല്ലോ. സന്തു, നീ തർക്കുത്തരം പറയരുത്. ഞാനൊരു മജിസ്ട്രേറ്റ് കൂടിയാണെന്ന് ഓർമ്മ വേണം. ഞാൻ എൻ്റെ അച്ഛനോടാ സംസാരിക്കുന്നത്. എടാ, അവൾ വളരെ ഹീനമായൊരു സാഹചര്യത്തിൽ ജനിച്ചവളാണ്. അങ്ങനെ ഒരുത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണോ ഈ കുടുംബം? മോശമായ സാഹചര്യമെന്ന് അച്ഛൻ ഉദ്ദേശിച്ചതെന്താ? നല്ല കുടുംബത്തിൽ നല്ല ബന്ധങ്ങളിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അതിനെ വളർത്താൻ അതിൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാകും. ഒരു കുഞ്ഞിനെ അതിൻ്റെ അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ച് കളയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അത് വഴി പിഴച്ചുണ്ടായതായിരിക്കും എന്നത് തന്നെയാണ്. അന്യമതക്കാരിക്ക് ജനിച്ച കുട്ടിയായിരിക്കാം, അവിഹിത ഗർഭമായിരുന്നിരിക്കാം, ദാരിദ്ര്യവും രോഗവും ദുരിതങ്ങളും കാരണം ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കാം. ഇതിനൊക്കെ പുറമെ ജയദേവൻ നമ്പ്യാർ ഒന്ന് നിർത്തി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു മനുഷ്യ കുഞ്ഞല്ലാതാകുന്നില്ല. അല്ലിമ ജനിക്കുമ്പോൾ അവർ കോയമ്പത്തൂരായിരുന്നു താമസം എന്നല്ലേ പറഞ്ഞത്? ആയിരിക്കും. അവിടുത്തെ ഏതെങ്കിലും തെരുവ് വേശിക്ക് ജനിച്ച കുട്ടിയാണെങ്കിലോ? നമ്മൾ ആ വിഴുപ്പ് ചുമക്കണോ? സന്ദീപ് പതറിപ്പോയി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നത് തന്നെ ഒരു ക്രൈമാണ്. അത് ചെയ്യുന്നവർക്ക് ഒരു ക്രിമിനൽ മൈൻഡുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് ചെയ്തവർക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടാകും. ജയദേവൻ നമ്പ്യാർ സമർത്ഥിച്ചു. അനാഥ കുട്ടികളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ സ്വഭാവമുള്ളതാണോ? സന്ദീപ് തർക്കിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
പല വിധത്തിൽ അനാഥരാകുന്ന കുട്ടികളുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അനാഥരാകുന്നവരെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലിമ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ. സന്തു, ഞാനൊരു മജിസ്ട്രേറ്റാണ്. ഇതുപോലത്തെ പല കേസുകൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം കേസുകളും ഞാൻ ഈ പറഞ്ഞ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് വെച്ച് അല്ലിമ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവളായിരിക്കണമെന്നില്ലല്ലോ. അല്ലാത്ത സംഭവങ്ങളുമില്ലേ? നിനക്ക് ചിന്താശേഷിയില്ലേ സന്തു? നീ എന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്നത്? ആരെങ്കിലും അതിനുണ്ടാകും, അച്ഛനോ അമ്മയോ ബന്ധുക്കളോ. എന്നിട്ടും ഉപേക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. അതിനെ വളർത്താനും സംരക്ഷിക്കാനുമുള്ള സാഹചര്യം മുന്നിലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടില്ല? ചിലപ്പോൾ പണമില്ലാഞ്ഞിട്ടായിരിക്കാം. അല്ലെങ്കിൽ പ്രസവത്തോടെ അതിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ അമ്മയെ ബന്ധുക്കൾ വിശ്വസിപ്പിച്ച് ചെയ്തതായിരിക്കാം. അതൊക്കെ ശരി. എങ്ങനെയുള്ള ആളുകളാണ് അത് ചെയ്യുന്നത്? ഈശ്വരവിശ്വാസവും മതനിഷ്ഠയുള്ളവരും ചെയ്യുമോ? മനസാക്ഷിയുള്ളവരും മര്യാദക്കാരും ചെയ്യുമോ? അന്തസ്സും കുലീനത്വവും ഉള്ളവർ ചെയ്യുമോ? കരുണയും സ്നേഹവും ഉള്ളവർ ചെയ്യുമോ? ഇതൊന്നും ഇല്ലാത്തവരേ ചെയ്യൂ. അതാണ് ഞാൻ പറഞ്ഞ ക്രിമിനൽ മൈൻഡ്. അച്ഛൻ പറഞ്ഞ പോലെ അന്തസ്സും മര്യാദയുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കെ ഒരു സഹപാഠിയെ സ്നേഹിച്ചു. അവർ തമ്മിൽ കൂടുതൽ അടുത്തു. ജോലി കിട്ടിയാൽ മാരേജ് നടത്താം എന്ന് അന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. പെൺകുട്ടി ഗർഭിണിയാണ്. അക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒടുവിൽ അന്തസ്സുള്ള വീട്ടുകാർ അറിഞ്ഞു. പുറത്തറിഞ്ഞാൽ മാനക്കേടാണ്. അവർ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ഇതിലെവിടെയാണച്ചാ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്? ഇങ്ങനെയാണോ അല്ലിമയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ജയദേവൻ നമ്പ്യാർ മകനെ ചുഴിഞ്ഞു നോക്കി. എനിക്കറിയില്ല, ഇങ്ങനെയും സംഭവിക്കാറില്ലേ? നീ പറഞ്ഞ മാതിരിയുള്ള കഥയൊക്കെ കേൾക്കാൻ നല്ല രസമാ. പക്ഷേ 100-1 അങ്ങനെ സംഭവിക്കാറുള്ളൂ. എങ്കിൽ പോലും അവിടെ ഒരു ക്രൈം നടന്നിട്ടില്ലേ? ആരാണച്ചാ ക്രൈം ചെയ്യാത്തത്? അച്ഛൻ ചെയ്തിട്ടില്ലേ? അച്ഛൻ മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മുഖത്ത് അടി കിട്ടിയതുപോലെയായി നമ്പ്യാർ. എവിടെ? എപ്പോ? ഒരു തവണയൊന്നുമല്ല, പലതവണ അച്ഛൻ പലരോടും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ മനുഷ്യ സഹജമാ. എത്ര വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവരും വക്കീലന്മാരും എല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്നവനും സ്വജനപക്ഷപാതം കാണിക്കുന്നതും അർഹതയില്ലാത്ത സ്വത്ത് കൈവശം വയ്ക്കുന്നതും ക്രൈമല്ലേ? ജയദേവൻ നമ്പ്യാർക്ക് ഉത്തരം മുട്ടി. അതുവരെ മിണ്ടാതെ കേട്ടുനിന്ന രാജശ്രീ ഇപ്പോൾ മകനൊപ്പം ചേർന്നു. അതവൻ പറഞ്ഞത് ശരിയാ. ഭൂരിപക്ഷം പേരും എത്ര ഭക്തന്മാരായാലും ശരി, തരം കിട്ടിയാൽ ചെയ്യും. ദൈവത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലും കൈയിട്ട് വരും. അല്ലിമയുടെ മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ എങ്ങനെ പറയാൻ സാധിക്കും അവളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെന്ന്? അച്ഛൻ പറയുന്ന പോലെ അന്തസ്സും ആഭിജാത്യവും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ പിറന്ന കുട്ടിയാണെന്നല്ലേ തോന്നൂ കണ്ടാൽ? അത് നീ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് പറയുന്നതാ. ക്രൈം ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ലെന്നാണോ നിന്റെ വിശ്വാസം? ചാരസുന്ദരികൾ എന്ന് നീ കേട്ടിട്ടില്ലേ? ലോകരാജ്യങ്ങളെല്ലാം തന്നെ സ്പൈ വർക്കിന് സുന്ദരികളായ സ്ത്രീകളെയാണ് ഉപയോഗിക്കാറ്. സുന്ദരികളായ സ്ത്രീകളെ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നവരില്ലേ? ലോകത്തെമ്പാടുമുള്ള ഏത് റെഡ് സ്ട്രീറ്റിലും ഏത് നൈറ്റ് ക്ലബിലും സുന്ദരികളാണ് വിൽപ്പന ചരക്ക്. സൗന്ദര്യമില്ലാത്തവർക്ക് അവിടെ സ്ഥാനമില്ല. ആ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞിനും സൗന്ദര്യം ഉണ്ടാകാം. അതുകൊണ്ട് ഒരാളുടെ സൗന്ദര്യം കണ്ടിട്ട് അവൾ കുലീനയാണെന്നൊന്നും നീ ഉറപ്പിക്കണ്ട. പെരുമാറ്റവും സംസാരവും കാണുമ്പോൾ അറിയാൻ കഴിയില്ലേ? സ്നേഹിച്ചിരിക്കുമ്പോൾ സ്ത്രീകൾ വളരെ മധുരമായിട്ട് പെരുമാറും. കോപിച്ചിരിക്കുമ്പോൾ, മനസ്സ് പതറുമ്പോൾ, നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെ പെരുമാറുന്നുവെന്ന് നോക്കണം. അതായിരിക്കും ശരിക്കുള്ള സ്വഭാവം. നമ്പ്യാർ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ഒരാൾ ഒരു അറേഞ്ച്ഡ് മാരേജ് നടത്തുമ്പോൾ വിവാഹം കഴിക്കുന്ന പെണ്ണ് കോപിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണോ? സന്ദീപ് ചോദിച്ചു. കുടുംബത്തിൽ പിറന്ന പെണ്ണ് എങ്ങനെ പെരുമാറുമെന്ന് ഒരു ഏകദേശ ധാരണയുണ്ടാവും. അതിനും കൂടി വേണ്ടിയാണ് കുടുംബം നോക്കുന്നത്. ക്രിമിനൽ മൈൻഡുള്ളവളുടെ മകളെ കല്യാണം കഴിച്ചാൽ മറ്റന്നാൾ അവൾ നിന്നെ വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയിന്നിരിക്കും. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ കാമുകനെ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കും. നിന്റെ ഭക്ഷണത്തിൽ സയനൈഡ് ചേർത്ത് തന്നെന്നും വരാം. ഇതൊക്കെ കൊണ്ടാണ് പണ്ട് കാലം മുതൽക്കേ കുടുംബക്കാര് കല്യാണം ആലോചിക്കുമ്പോൾ തറവാടിത്തവും അന്തസ്സും മര്യാദയും ഒക്കെ കണക്കിലെടുക്കുന്നത്.
ആ കാലമൊക്കെ പോയി അച്ഛാ. ഇപ്പോൾ അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ മക്കളും. രോഗമുണ്ടോയെന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം. തറവാടിത്തം സ്കാൻ ചെയ്യാൻ കിട്ടത്തില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഡിവോഴ്സ് കേസുകൾ പെരുകുന്നത്. ആയിരക്കണക്കിന് കേസുകൾ ആ കുടുംബ കോടതികളിൽ. കാണുന്നു, പ്രേമിക്കുന്നു, കെട്ടുന്നു, ആളെ മനസ്സിലാക്കുന്നു, അടിച്ചു പിരിയുന്നു. എൻ്റെ മകന് ഇങ്ങനെയൊരു അബദ്ധം സംഭവിച്ചുകൂടാ. അത് നിന്റെ അച്ഛൻ എന്ന നിലയിലുള്ള എൻ്റെ ന്യായമായ ആഗ്രഹമാണ്. അല്യമ്മ ഒരു ഓർഫണാണെന്നതിൻ്റെ പേരിൽ അവളെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. കാരണം അത് അവളുടെ കുറ്റമല്ല. നല്ല കുട്ടിയായിട്ടാണ് അവൾ ഇതുവരെ ജീവിച്ചത്. മോശം സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഒരു വളർത്തച്ഛനും വളർത്തമ്മയ്ക്കും സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല. അവളുടെ നന്മകൾ കണ്ടിട്ട് തന്നെയായിരിക്കണം അവർക്ക് അവളോട് ഇത്രയും സ്നേഹം. അതൊന്നും വലിയ കാര്യമല്ല. അവരവളെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് തന്നെയായിരിക്കും വളർത്തിയത്. നല്ല ശിക്ഷണത്തിൽ വളർന്നാൽ നല്ല മനുഷ്യരാകും. അത് പോരേ അച്ഛാ? പോരാ. അവളുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. വലിയ മനക്ഷോഭമോ പ്രലോഭനമോ പതർച്ചയോ ഉണ്ടായാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അച്ഛൻ ഈ പറയുന്നതെല്ലാം ഒരുമാതിരി വരട്ടുവാദങ്ങളാണ്. ഇതൊന്നും ന്യായമല്ല. ഞാൻ എന്തായാലും അച്ഛൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു ശരിയുണ്ട്. അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റൂ. നിനക്കൊരു ചങ്കൂറ്റം കാണും. ചെറുപ്പമാണല്ലോ, ജോലിയുണ്ട്, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിനക്ക് പിന്നെ സ്ഥാനമുണ്ടാവില്ല. എനിക്കൊരു മകനില്ലെന്ന് ഞാൻ കരുതും. ഈ ഡയലോഗ് സിനിമയിലും നാടകത്തിലുമൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ. ഇത് കേട്ടിട്ട് ഇന്നത്തെ കാലത്ത് സ്നേഹിച്ച പെണ്ണ് പോലും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. പിന്നല്ലേ പുരുഷൻ. ഇങ്ങനൊരു അച്ഛനില്ലെന്ന് എനിക്കും കരുതാമല്ലോ. ഞാൻ തന്ന ചോറുണ്ട് വളർന്ന്, ഞാൻ തന്ന വിദ്യാഭ്യാസം കൊണ്ട് സമ്പാദിച്ച് അതിൻ്റെ ശമ്പളം പറ്റി തിന്നോണ്ട് നിനക്ക് അച്ഛനില്ലെന്ന് ചിന്തിക്കാൻ പറ്റുവോടാ നന്ദി കെട്ടവനെ? ജയദേവൻ നമ്പ്യാർ രോഷാകുലനായി. അച്ഛന് മകനെ വേണ്ടെങ്കിൽ മകൻ അച്ഛനെയും വേണ്ട. ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? പൊയ്ക്കോളാം. അതും പറഞ്ഞ് സന്ദീപ് തിരിച്ചു കോണിപ്പടി കയറാൻ തുടങ്ങി. രാജശ്രീ വേവലാതിയോടെ ഭർത്താവിനെ നോക്കി. സംഭവം ഉദ്ദേശിച്ചതിനേക്കാൾ കടന്നുപോയെന്ന് ജയദേവൻ നമ്പ്യാർക്ക് തോന്നി. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. കോണിപ്പടി കയറിക്കൊണ്ടിരുന്ന സന്ദീപിനോടായി അയാൾ പറഞ്ഞു. അല്ലിമ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവളാണെന്ന് നീ തെളിയിച്ചോണ്ട് വാ. നീ ആണത്തമുള്ളവനാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. സന്ദീപ് തിരിഞ്ഞു നിന്നു. 21 വർഷം മുമ്പ് എവിടെയോ നടന്ന സംഭവം ഞാനെങ്ങനെ തെളിയിക്കാൻ? അങ്ങനെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കോൺഫിഡൻസ് കളയുന്നേ? അതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല. ഈ ഭൂമിയിൽ പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരു അഗ്നിപരീക്ഷ നടത്തണോ? അതെവിടുത്തെ നിയമം? സന്ദീപ് ക്ഷുഭിതനായി കോണിപ്പടി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. ഇത്രയൊക്കെ പറയണമായിരുന്നോ? രാജശ്രീ ഭർത്താവിനോട് ചോദിച്ചു. എൻ്റെ മകനെ ഒരു ഓർഫണെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. അതും നാടും നക്ഷത്രവും ജാതകവും ഇല്ലാത്ത ഒരുത്തിയെ. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. 10-28 വർഷം കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിയെടുത്ത കുടുംബമായത്. ഇതിനൊരു വിള്ളൽ വീഴ്ത്താനോ ഇതിൻ്റെ അടിത്തറ ഇളക്കാനോ ആര് നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല. കൊള്ളരുതാത്ത ഒരു പെണ്ണ് വന്ന് കയറിയാൽ ഇത് ശിഥിലമായി പോയിന്ന് വരും. അതും ഞാൻ കണ്ടിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ നമ്പ്യാർ പറഞ്ഞു. എനിക്ക് കോടതിയിൽ പോകണം. അയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. അരമണിക്കൂറിനുള്ളിൽ വേഷം മാറി വന്ന് കാറിൽ കയറി ആലപ്പുഴയ്ക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്ദീപും ഡ്രസ് മാറി ഇറങ്ങി വന്നു. നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ എറണാകുളം വരെ പോവുക. അവിടെ എന്തിന്? രാജശ്രീ അന്താളിച്ചു. എനിക്ക് അല്ലിയെ ഒന്ന് കാണണം. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ പോരെ? പോരാ, നേരിട്ട് കാണണം. സന്തു, അവരിപ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കുക. കല്യാണം നടക്കില്ലെന്ന് അച്ഛൻ തീർത്ത് പറഞ്ഞിടത്തേക്ക് നീ ചെന്ന അവരെങ്ങനെയായിരിക്കും നിന്നോട് പെരുമാറുക എന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? അവരെന്നെ തല്ലുവോ? അങ്ങനെയൊരു പേടിയുണ്ടോ അമ്മയ്ക്ക്? അവർ മോശമായിട്ട് സംസാരിച്ച അത് കേൾക്കണ്ടേ? ഇനിമേലിൽ ഈ വീട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിയാലോ? അത് നീ സഹിക്കണ്ടേ? എന്തൊരു നാണക്കേടാ. അല്ലി എൻ്റെ ശത്രുവല്ലല്ലോ. എന്നെ സ്നേഹിച്ചവളല്ലേ. ഞാൻ മോശമായി അവളോട് പെരുമാറിയിട്ടില്ല. ഒരു പക്ഷേ ഇനി അവിടെ ചെല്ലരുതെന്നോ കാണരുതെന്നോ ഫോൺ വിളിക്കരുതെന്നോ ഒക്കെ പറഞ്ഞൊന്നു വരും. അത് കേട്ടാൽ എനിക്ക് നാണക്കേടൊന്നുമില്ലമ്മേ. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, വേദനയും സങ്കടവും കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. സന്തു, നീ ഉടനെ അവിടെ ചെല്ലണ്ട. കുറച്ച് കഴിയട്ടെ. മുറിവുണ്ടായാൽ അപ്പോൾ തന്നെ മരുന്ന് വെച്ച് കെട്ടണം.
അത് പഴുത്ത് വ്രണമായി കഴിഞ്ഞല്ല ചികിത്സിക്കേണ്ടത്. സന്ദീപ് പോകാനായി മുറ്റത്തേക്കിറങ്ങി. കാറിനടുത്തെത്തിയിട്ട് തിരിഞ്ഞു നിന്നു. ചിലപ്പോൾ ഞാനിന്ന് തന്നെ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയും ഞാൻ, അല്ലെങ്കിൽ കിച്ചു വിളിച്ചോളും. അച്ഛനോട് ഞാനെന്തു പറയണം? ഞാൻ എറണാകുളത്ത് പോയിരിക്കുകയാണെന്ന്. അല്ലാതെന്താ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? സന്ദീപ് കാറിൽ കയറി. കാർ മുറ്റത്തിട്ട് വളച്ചെടുത്ത് പോകുന്നത് നോക്കിക്കൊണ്ട് രാജശ്രീ സിറ്റൗട്ടിൽ തന്നെ നിന്നു. വൈഷ്ണവി സിറ്റൗട്ടിൽ ഇടയ്ക്കിടെ വന്ന് നോക്കിയിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്ന് കിഷോർ എത്തി. വന്നില്ലേ? കിഷോർ അമ്മയോട് തിരക്കി. ഇല്ല. എത്തേണ്ട സമയമായല്ലോ. ചിലപ്പോൾ വരുന്ന വഴി ഓഫീസിൽ കയറി എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ തീർത്തിട്ടായിരിക്കും വരിക. ഇല്ല. ചേച്ചി പത്രം ഓഫീസിൽ കുറച്ചു മുമ്പ് വിളിച്ചു ചോദിച്ചു. ഇന്നവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് തന്നെയാണ് പോന്നതെന്ന് ഉറപ്പാണല്ലോ. ചേച്ചി പറഞ്ഞത് അങ്ങനെയാ. നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടരുതെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കൂടെ ചെല്ലണം. എന്തിനാ അവരൊക്കെ ഇത്ര പേടിക്കുന്നത്? എനിക്കതാ മനസ്സിലാകാതെ. എടാ, കല്യാണം ഉപേക്ഷിച്ചതിൻ്റെ ദേഷ്യം അവർക്കുണ്ടാവുമല്ലോ. അവര് മുഖത്തടിക്കുന്നത് പോലെ വല്ലതും പറഞ്ഞാ നമുക്കത് വലിയ അപമാനമല്ലേ? നമ്മൾ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ അവർ പറയാണ്ടിരിക്കുമോ? സംസാരിച്ച് നിൽക്കുമ്പോൾ അല്ലിമയെ അവളുടെ വീടിൻ്റെ ടെറസിൽ കണ്ടു. ദേ, അവൾ ഇങ്ങോട്ട് തന്നെ നോക്കുന്നു. വൈഷ്ണവി ശബ്ദം താഴ്ത്തി. നോക്കട്ടെ, ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴെന്താ പ്രത്യേകത? കിഷോർ അവളുടെ നേർക്ക് കൈ ഉയർത്തിക്കാട്ടി. പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കണ്ടോ, അവൾ മിണ്ടുന്നില്ല. ദേഷ്യത്തിലായിരിക്കും നമ്മളോടും. പെട്ടെന്ന് അല്ലിമയുടെ നോട്ടം 5-ാം നമ്പർ റോഡിന് നേർക്ക് തിരിയുന്നത് കിഷോർ കണ്ടു. ഉടൻ കിഷോറും റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കി. സന്ദീപിൻ്റെ കാർ വരുന്നു. അമ്മേ, സന്തുവേട്ടൻ. വൈഷ്ണവിയും കണ്ടു. കിഷോർ അല്ലിമയുടെ നേർക്ക് വീണ്ടും നോക്കി. അവൾ വേഗം ടെറസിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് കണ്ടത്. സന്ദീപിൻ്റെ കാർ അവളുടെ വീടിന് മുൻപിൽ സ്ലോ ചെയ്തു. പക്ഷേ തീരെ നിർത്തിയില്ല. അത് മെല്ലെ ഒഴുകി കിഷോറിൻ്റെ ഗേറ്റിന് മുൻപിൽ വന്നു. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. കാർ വളഞ്ഞ് ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്ത് കയറി. കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ട് കൊള്ളാൻ കിഷോർ ആംഗ്യം കാട്ടി. അവിടുത്തെ കാർ സുധാകരൻ നായർ കൊണ്ടുപോയിരിക്കുകയാണ്. സന്ദീപ് കാർ മുറ്റത്തിനരികെ പാർക്ക് ചെയ്തിട്ട് കീ ചെയിനുമായി ഇറങ്ങിച്ചെന്നു. അവൻ്റെ നോട്ടം അല്ലിമയുടെ വീടിന് നേർക്ക് ഇടയ്ക്കിടെ പാറി വീണു. സന്ദീപ് സിറ്റൗട്ടിൽ ചെന്ന് കയറി. നിന്നെ കണ്ടോ അവൾ? വൈഷ്ണവി ആദ്യം അത് തന്നെ ചോദിച്ചു. കണ്ടിട്ടുണ്ടാകും. ഞാൻ കാർ ഓടിച്ച് വരുമ്പോൾ ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. സന്ദീപ് പറഞ്ഞു. നമുക്ക് നോക്കാം, ഇങ്ങോട്ട് വരുമോന്ന്? വൈഷ്ണവി പറഞ്ഞു. മുൻപൊക്കെ അങ്ങനെയായിരുന്നല്ലോ. നിന്റെ കാറ് കണ്ടാൽ മതി പാഞ്ഞെത്തും. ഏയ്, ഇത്തവണ അങ്ങനെ വരുന്നു തോന്നുന്നില്ല ആൻറ്റി. കാലാവസ്ഥ മാറിയില്ലേ? എന്ത് കാലാവസ്ഥ? കിഷോർ ആശ്ചര്യപ്പെട്ടു. അന്ന് നീലാകാശം, സൂര്യൻ, ഇളം വെയിൽ, കുഞ്ഞു കാറ്റ്. ഇന്ന് ഇരുണ്ട ആകാശം, കാർമേഘം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്. ആരും പുറത്തിറങ്ങാൻ മടിക്കും. സന്ദീപ് തമാശ മട്ടിൽ ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണണം. അതാണ് മര്യാദ. നിന്നെ അവൾ കണ്ടല്ലോ. അവളെ കാണാൻ വേണ്ടിയാ നീ വന്നിരിക്കുന്നതെന്നും അവൾക്കറിയരുതോ? പിന്നെന്താ ഇങ്ങോട്ട് വന്നാൽ? അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പാവമല്ലേ ആൻറ്റി? സന്ദീപ് കരുണാർദ്രനായി. ഇന്നലത്തെ എക്സിസ്റ്റൻസ് ഇന്ന് അവൾക്കുണ്ടോ? മനസ്സിലെങ്കിലും അവളുടെ അസ്തിത്വം തകർന്നില്ലേ? നമ്മൾ ആശ്വസിപ്പിക്കണം. പ്രത്യേകിച്ചും ഞാൻ. അല്ലാതെ വേറെ ആരുണ്ട്? കിഷോറും വൈഷ്ണവിയും സന്ദീപിനെ അനുകൂലിച്ച് തലയാട്ടി. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. അവൾ എന്നോട് എന്തു പറഞ്ഞാലും ഞാനത് സഹിക്കും. എനിക്കുണ്ടാകുന്ന വേദനയേക്കാൾ എത്ര ഇരട്ടി വേദന അവൾ അനുഭവിച്ചു കഴിഞ്ഞു. അത് അവളുടെ കുറ്റം കൊണ്ടല്ല, ഞാൻ കാരണം. നീ എന്തായാലും തനിച്ച് അങ്ങോട്ട് പോകണ്ട. കിച്ചുവും കൂടെ വരട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കാണണം അവളെ. ഞങ്ങൾക്കിടയിൽ ആരുണ്ടെങ്കിലും അതൊരു തടസ്സമായിരിക്കും. സന്തു, അല്ലി അവിടെ തനിച്ചേ ഉള്ളൂ. നീ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ അവൾ വാതിൽ തുറക്കണമെന്നില്ല. അതൊരു വിഷയമല്ല ആൻറ്റി. ഞാൻ അവിടെ തന്നെ നിൽക്കും. എപ്പോഴെങ്കിലും തുറക്കൂലോ. സന്ദീപ് കാറിൻ്റെ കീ ചെയിൻ കിഷോറിനെ ഏൽപ്പിച്ചു. ഞാൻ പോയിട്ട് വരാം. ഇപ്പോഴേ പോവുകയാണോ? വന്നതല്ലേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. ചായ കുടിക്കാൻ വരാം. ആദ്യം ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. കിഷോറിന് കൂടെ ചെല്ലണമെന്നുണ്ടായിരുന്നു. എന്നാൽ സന്ദീപ് ആദ്യമേ തന്നെ വിലക്കിയത് കാരണം നിസ്സഹായനായി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. സന്ദീപ് വല്യമ്മയുടെ വീട്ടിലെത്തി. സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ചു. സ്റ്റെയർ കേസിൻ്റെ പാതിയോളം ഇറങ്ങി വന്ന് പടിയിൽ തളർന്നിരിക്കുകയായിരുന്നു വല്യമ്മ. സന്ദീപിൻ്റെ കാർ വരുന്നത് കണ്ട്
വേവലാതിയോടെ ടെറസിൽ നിന്ന് ഓടിപ്പോന്ന അവൾ അത്രണം വന്നപ്പോഴേക്കും തളർന്നുപോയി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അവൾ വീണ്ടും നടുങ്ങി. അത് ചെവിയിലല്ല, നേരെ നെഞ്ചിന് താഴെയാണ് മുഴങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. വേദനയും നടുക്കവും തുന്നിപ്പിടിച്ച ഒരു ചാട്ടവാർ കൊണ്ട് അടിക്കുന്നത് പോലെയാണത്. 3-ാം തവണയും ബെൽ മുഴങ്ങിയപ്പോൾ റെയിലിങ്ങിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു. പാദങ്ങൾക്ക് ബലമില്ല. ഓരോ പടിയിലും ചെളിയിൽ പൂണ്ട പോലെ കുഴഞ്ഞു പോകുന്നു. എന്താണ് ചെയ്യേണ്ടത്? സംസാരിക്കണമോ? വാതിൽ തുറന്നു നോക്കിയ ശേഷം ഉപദ്രവിക്കരുത് എന്നൊരു വാക്കും പറഞ്ഞ് വാതിൽ വലിച്ചടച്ചാൽ മതിയോ? ആരോ കണ്ണു കെട്ടി വിട്ടതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പതറി അവൾ മുൻവാതിൽക്കലെത്തി. ഇപ്പോൾ ബെല്ലടിയില്ല. അല്പസമയം കൂടി അവൾ വാതിലിനരികെ ശ്വാസമടക്കി പിടിച്ചു നിന്നു. തിരിച്ചു പോയോ? പീപ്പ് ഹോളിലൂടെ അവൾ സിറ്റൗട്ടിലേക്ക് നോക്കി. പോയിട്ടില്ല. സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ട്. അല്ലിമ പാരവശ്യത്തോടെ വാതിലിന് സമീപം ചുമരിലേക്ക് ചാരി തളർന്നു നിന്നു. അടുത്ത ഭാഗം നാളെ.